ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാലടിപ്പാലം സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാലടിപ്പാലം സന്ദർശിച്ചു. അതിരൂക്ഷമായ കാലടിപ്പാലത്തിന്റെ ശോച്യാവസ്ഥ അദ്ദേഹം നേരിൽ കണ്ടു. തിരുവനന്തപുരത്ത് PWD സെക്രട്ടറിയെ വിളിച്ച് പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹി ജോബി വള്ളുക്കാരൻ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി GB, BJP നേതാവ് ശശി എന്നിവർ മന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോടും MLA-യോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും 2 ആഴ്ച മുമ്പ് കൂടിയ യോഗത്തിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായ ഗൗരവകാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും അവർ മന്ത്രിയോട് പരാതി പറഞ്ഞു. രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസ് പോലും മണിക്കൂറുകൾ ബ്ലോക്കിൽപ്പെടുന്ന കാര്യം അവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. MC റോഡിൽ വല്ലം കവല മുതൽ വേങ്ങൂർ പാലം വരെ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് മണിക്കൂറുകൾ വഴിയിൽ കിടക്കുകയാണെന്നും നാട്ടുകാർ മന്ത്രിയോട് പറഞ്ഞു. ശനിയാഴ്ച മുതൽ പാലം ബഹിഷ്കരിക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി GB മന്ത്രിയോട് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് ഇതിന് പരിഹാരമുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അടി തട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ബൾജുകളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ. ഒന്ന് ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് അയക്കുമോ? ഓക്കെ. ഒന്ന് പിന്നെ മനോരമക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മനോരമ, ഏഷ്യാനെറ്റ് എല്ലാം ഉണ്ട്, അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കുവാണ്. ഓ ശരി ശരി. ബിജുവാണ്, PWD സെക്രട്ടറിയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട PWD ഓഫീസർ എല്ലാവരുടെയും നമ്മൾ ശ്രദ്ധപ്പെടുത്താറുണ്ട്. ഇതിന് ആവുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു തരാം. പറയാൻ പാടില്ല. അല്ല പറയണേ, ഞങ്ങൾ പറയാം. കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം കാലടിപ്പാലത്തിൽ ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാലടി.